ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ കൊച്ചു ഗ്രാമത്തിൽ വലിയ ലേബലും ബാനറും ഒന്നുമില്ലാതെ ഒതുങ്ങി ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ഉൾ ഗ്രാമത്തിൽ കടന്നു വന്ന് എന്നെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ ഒക്കെ എടുക്കുവാനും ഇത് സംപ്രേഷണം ചെയ്യാനും ഒക്കെ MPFT കാണിച്ച വലിയ താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനത് വളരെ സന്തോഷിക്കുന്നു. ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം കൂടെ MPFTയോട് ഓർപ്പിക്കുമ്പോൾ, ഇത്തരത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന അനേക ദൈവദാസന്മാർ ഒരുപക്ഷെ ഒരു ഫ്ലെക്സിലും ബാനറിലും ഇല്ലാതെ പല സ്ഥലങ്ങളിലുണ്ട്. നമുക്ക് അവരെയൊക്കെ കണ്ടെത്താനും സത്യത്തിന്റെ പാതയിലേക്ക് വേണ്ടി നിൽക്കുന്നവരെ എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തു. അത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം MPFT ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. സാധാരണക്കാരായ ദൈവദാസന്മാരെ കൈത്താങ്ങുന്ന ഒരു പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിച്ച് വളരെ സന്തോഷം എനിക്കുണ്ട്. കാരണം ഒരു സൈക്കിള് പോലും ഇല്ലാതെ കയറി ഇറങ്ങി ഇന്നും സുവിശേഷം അറിയിച്ചുകൊണ്ട് വളരെ പീഡനങ്ങളും തല്ലും ഭീഷണിയൊക്കെ കൊണ്ട് നിൽക്കുന്ന അനേക ദൈവദാസന്മാർ നമ്മുടെയൊക്കെ അറിവിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ ഈ ഒരു കൈത്താങ്ങലുമായി MPFT എടുത്തിരിക്കുന്ന നല്ല തീരുമാനത്തെ ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഞാൻ അതിനെ നന്ദി അറിയിക്കുന്നു. എല്ലാ തരത്തിലും MPFTയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? അല്ലെ, MPFT എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ? ഇന്ത്യൻ ഭരണഘടനയുടെ ഉപജ്ഞാതാവ്? അതോ ആഗോള പെന്തക്കോസ്റ്റിനെ മൊത്തം വിലക്കെടുത്തിരിക്കുന്ന പെന്തക്കോസ്റ്റിന്റെ ഹോൾസെയിൽ ഡീലേഴ്സോ? നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആരും അത് ചെയ്യരുത്, നിങ്ങളെ പേടിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾ ആരാ? പെന്തക്കോസ്റ്റിന്റെ ആഗോള ചുമതല MPFTക്ക് തീരെഴുതി തന്നിരിക്കുന്നു പെന്തക്കോസ്റ്റിലെ മുതിർന്ന ആൾക്കാർ. അല്ല, നിങ്ങൾ പറയുന്നതിന് ഒരു കാര്യം പറയരുത്. ഞങ്ങൾ 26,000 പേരുണ്ട് ഉള്ള വലിയ ഗ്രൂപ്പാന്ന് പറഞ്ഞ ആളിന്റെ എണ്ണം കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത്.